ഇന്ന് ഓഗസ്റ്റ് 4 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. 4 അവറിൻ്റെ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷണൽ ബയസ് ഇതുവരെ കിട്ടിയിട്ടില്ല. മാർക്കറ്റ് ഡെയിലി ഡിമാൻഡ് സോണിൽ ആണെങ്കിലും അതിനുശേഷം നമുക്ക് മുകളിലേക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടി. പക്ഷേ ഫ്രാക്ചർ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് ഡൗൺ ട്രെൻഡിലേക്കാണ് ഫ്രാക്ചർ സ്ട്രക്ചർ മൂവ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറണ്ട് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിലാണ്. പക്ഷേ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാൻഡലിന്റെ ബോഡി വെച്ചിട്ടല്ല ക്ലോസ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്ലൈ സോണിൽ നമുക്ക് സെല്ലേഴ്സ് ആക്റ്റീവ് ആവും എന്നുള്ള ഒരു മോസ്റ്റ് പ്രോബബിലിറ്റി സെറ്റപ്പ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഗോൾഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സൈഡ് വൈസിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷണൽ ബയാസ് കിട്ടാത്തത് കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഗോൾഡിൽ ഇൻട്രാഡേ ബേസിസിൽ ഡേ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ല നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു 4 അവറിൻ്റെ സപ്ലൈ സോണിൽ നിന്നിട്ട് നമുക്ക് 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ 50 മിനിറ്റ്സിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ സെൽ എൻട്രീസ് നോക്കാം. അപ്പോൾ മാക്സിമം അതായത് 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷണൽ ബയസ് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സപ്ലൈ സോണിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നാലും ഈ ഒരു സപ്ലൈ സോണിനെ നമുക്ക് റെസ്പെക്ട് ചെയ്തിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷണൽ ബയസ് കിട്ടണ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് സ്ട്രാറ്റജി പ്രകാരം ഒരു ട്രെൻഡ് കിട്ടിയതിന് ശേഷം ആ ട്രെൻഡ് ഫോളോ ചെയ്ത് ട്രേഡ്സ് എടുക്കാം. ഫൈൻ ലൈഫ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി ഓരോ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഫോറക്സ്, കറൻസി, ക്രിപ്റ്റോ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സിന്റെയും കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതിലൂടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഫൈൻ ലൈഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.